ഡി നീ ഇങ്ങനെ നടന്നോ? ഞാൻ അവിടെ കയറി ചെന്നപ്പോഴേ നിന്റെ ഭർത്താവാണെങ്കിൽ ഒരു ഇളക്കക്കാരി പെണ്ണിന്റെ കൂടെ റൂമിൽ ഒറ്റയ്ക്കായിരുന്നു. അമ്മ എന്തോന്നൊക്കെ അമ്മ പറയണേ? ഇനി വേറൊരു ബോസ് നോക്കാം. കുറച്ചൊരു പ്ലസന്റ് ആയിട്ടൊരു ശ്രീ തന്നെ വന്നോ സെറ്റ് ചെയ്ത് തരാമോ? കൈ ഇവിടെ വെച്ചു. ലുക്ക് കുറച്ചൊരു ഇങ്ങോട്ട്, കുറച്ചുകൂടി ഫേസ് ഡൗൺ. അമ്മ എന്തമ്മ ഇവിടെ? വീട്ടിന്റെ താക്കോല് നിന്റെ കയ്യിലല്ലേ, അത് വാങ്ങിക്കാൻ വേണ്ടി വന്നത്. അയ്യോ, ഓഫീസിനകത്ത് ഞാൻ ഒരു വിട്ടാടാ. നിൽക്കി, ഞാൻ എടുത്തിട്ട് വരാം. ഫോട്ടോഷൂട്ടാണല്ലേ? ആ ആൻറ്റി. മോള് ഈ ചെറിയ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഫോട്ടോ എടുത്താൽ ഭർത്താവ് ഒന്നും പറയില്ലേ? അതിന് ഞാൻ മാരീഡ് അല്ല ആൻറ്റി. അത് കൊള്ളാം. അപ്പോൾ മോൾക്ക് വേറെ പണിയൊന്നും ഇല്ലേ? ഉണ്ട്, ഞാൻ IT-ലാണ് വർക്ക് ചെയ്യുന്നത്. ഇത് പാർട്ട് ടൈം ആണ്. അപ്പോൾ അവിടെ നിന്ന് കിട്ടണമൊന്നും പോരെയായിരിക്കും. അമ്മ ചാവി, ഞാൻ വന്നോളാം. അമ്മ കേട്ടോ, ഇതൊക്കെ തീർന്നിട്ട് എപ്പോൾ വരും? ഇതിപ്പോൾ തീരും. എനിക്ക് കുറച്ച് എഡിറ്റ് കൂടെ പെൻഡിങ് ഉണ്ട്, അത് കഴിഞ്ഞ് ഞാൻ വന്നോളാം. വന്നാൽ മതി. അമ്മ ഇത് ശ്രീയുടെ ജോലിയല്ലേ? ഒരു ഫോട്ടോഷൂട്ട് എടുത്തതിനാണോ അമ്മ ഇങ്ങനെയൊക്കെ പറയുന്നത്? എടി, ഈ പെണ്ണുങ്ങളെ തൊട്ട് തടവിയുള്ള ഫോട്ടോ എടുപ്പേ അത്ര നല്ലതൊന്നും അല്ല. ഈ കാലത്ത് നമ്മുടെ ഭർത്താക്കന്മാർ നേരെ നോക്കിയില്ലെങ്കിൽ അവന്മാരുടെ പാട്ടിന് പോവും. അമ്മ ശ്രീയെ എനിക്ക് നന്നായിട്ട് അറിയാം. അമ്മ ഇങ്ങനത്തെ കാര്യം ആലോചിച്ച് ടെൻഷനൊന്നും അടിക്കണ്ട. നിനക്ക് കുഴപ്പമില്ലായിരിക്കും. എനിക്ക് എൻ്റെ മോളെ പറ്റി ആദ്യമുണ്ട്. അവന് ബാങ്കിൽ ജോലി ഉണ്ടായിരുന്നുകൊണ്ടാ നിന്നെ ഞാൻ കെട്ടിച്ചു വിട്ടത്. ഇപ്പം എല്ലാം കളഞ്ഞ് ഫോട്ടോ എടുക്കാൻ ഇറങ്ങി തിരിക്കുമെന്ന് ആര് കണ്ട്? ഇവന് ഇതിൽ എന്ത് സന്തോഷം കിട്ടണമെന്തോ. ഇതെന്ത് ലൈറ്റൊക്കെ കിടക്കണം? ആരും കിടന്നിട്ടേ. അത് സ്നേഹമുള്ള ഭാര്യ വരാകുമ്പോൾ കാത്തിരുന്നൊന്നൊക്കെ ഇരിക്കും. എടാ, വെറുതെ ലേറ്റാക്കി എല്ലാവരും എൻ്റെ സ്വഭാവം മാറ്റാൻ വേണ്ടിയിട്ട്. ചേട്ടാ, ഇന്നൊരു ദിവസം അറിയാതെ ലേറ്റായതല്ലേ? ഈശ്വര, എവരായിരുന്നു ഉറങ്ങായിരുന്നു. ഇപ്പോഴാണ് ഷൂട്ട് തീർന്നത്. മണി 1 ആവാറായി. ആറ്റിങ്ങിലായിരുന്നു അവർക്ക്. അവിടെ നിന്ന് വണ്ടി ഓടിച്ചെങ്കിൽ വരണ്ടേ. ഇതാര്? ഇത് നമ്മുടെ പുതിയ ലൈറ്റ് ബോയ്. നീ ഏതുവരെ പഠിച്ചിട്ടുണ്ട്? ഡിഗ്രിക്ക് പോയതാ, കംപ്ലീറ്റ് ആക്കിയില്ല. പഠിക്കേണ്ട സമയത്ത് പഠിക്കണം, ഇല്ലെങ്കിൽ ഇതേപോലെ ലൈറ്റ് തൂക്കി നടക്കാം. അഖിലേ, നീ ഒരു കാര്യം ചെയ്യടാ, രാവിലെ വേണ്ടി വരാൻ നിൽക്കണ്ട, ഇന്ന് ഇവിടെ നിന്നു. ഇവിടെ കിടക്കാനാ? വല്ലവരും പിടിച്ച് ഇവിടെ കിടത്താൻ ഇത് ലാഡ്ജൊന്നും അല്ല. 2 പെണ്ണുങ്ങളുള്ള വീടാണെന്നുള്ളൊരു ബോധം ഉണ്ടാ നിനക്ക്? കുഴപ്പമില്ല ചേട്ടാ, ഞാൻ നാളെ രാവിലെ എത്തിക്കോളാം. നിക്ക്. ഇപ്പം ആദ്യ രാത്രി കയറി വരുന്നത് ശരിയാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? വീട്ടിലുള്ള ഒരു ആവശ്യത്തിനും നിന്നെ കിട്ടാറില്ല. ഇപ്പം തന്നെ മോളെ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയിട്ട് 1 ആഴ്ച ആയതേ ഉള്ളൂ. അവിടെ കൂടെ നിൽക്കാൻ പോലും നിനക്ക് സമയമില്ല. അപ്പോൾ എനിക്ക് എൻ്റെ ജോലിക്ക് പോകണ്ടേ അമ്മ? ഇത്രയും കഷ്ടപ്പെട്ട് ജോലി ചെയ്തിട്ട് വല്ലതും കിട്ടിയിരുന്നെങ്കിലും കുഴപ്പമില്ലായിരുന്നു. ഇപ്പോഴും താമസിക്കുന്നത് വാടക വീട്ടിൽ. പണ്ട് ബാങ്കിൽ ജോലി ഉണ്ടായിരുന്നപ്പോൾ 10 മണിക്ക് പോയിട്ട് 6 മണിക്ക് തിരിച്ചു വരായിരുന്നു. അമ്മ, ഞാൻ ഓൾറെഡി ടയേർഡാണ്. പോരാ തന്നെ നാളെ രാവിലെ 4 മണിക്ക് വർക്കിനും പോകണം. നമുക്കിത് പിന്നെ സംസാരിക്കാം. ഇല്ലെങ്കിൽ നല്ലത് പറഞ്ഞ ഒത്തിരി ഇഷ്ടപ്പെടില്ല. ദൈവമേ, തള്ള വീട്ടിൽ കാണല്ലേ. ചേട്ടാ, ചേട്ടാ, എടാ ഞാൻ ഇവിടെ മേളുണ്ട്, ഇങ്ങോട്ട് വാ. ചേട്ടാ, ആൽബം ഒന്ന് ചെക്ക് ചെയ്തേക്കണേ. നീ ഇന്നലത്തെ ഫോട്ടോസ് കോപ്പി ചെയ്താ? ഇല്ലാട്ടോ, ലാപ്പ് തരാണെങ്കിൽ കൈയോടെ തന്നെ കോപ്പി ചെയ്യായിരുന്നു. ഒരു മിനിറ്ററാ, ഞാനേ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. കഴിഞ്ഞ ആഴ്ച കൊച്ചിനെ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തപ്പോൾ തന്നെ ഏകദേശം 1 ലക്ഷം രൂപ എൻ്റെ കയ്യിൽ നിന്ന് പൊട്ടി. 1 ലക്ഷം? ഇപ്പം അത്രയൊക്കെ ആവും ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ. സ്കാന്, ടെസ്റ്റ്, റൂം റെൻ്റ് എന്നൊക്കെ പറഞ്ഞിട്ട്. നീ പറഞ്ഞ അടുത്ത് വെച്ചാൽ അത്യാവശ്യമാണ്. നീ എന്ത് ഇവിടെ തന്നെ നിൽക്കണ? ബാ ഇനി. ചേട്ടാ, ക്യാമറ സർവീസിന് കൊടുക്കണ്ടേ? ഞാൻ കൊണ്ട് കൊടുത്തിട്ട് വരാം. എന്നാ പിന്നെ നീ വിട്ടോ. എടാ, ബില്ലൊന്ന് മെയിൽ ചെയ്യാൻ പറയണേ. മോനെ,
നീ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാൻ പോണോ? ഈ പൈസയെ കൊണ്ട് അവിടെ കളയാതെ വല്ല ചിട്ടിയിൽ ചേരാൻ നോക്ക്. അതിനിത് വലിയ പ്രീമിയം ഒന്നുമില്ലമ്മ. ഇതിപ്പോൾ ഓൺലൈൻ വഴി എടുത്തു കഴിഞ്ഞാൽ 1 കോടിയുടെ വരെ ഇൻഷുറൻസിന് മാസം വെറും 390 തൊട്ട് തുടങ്ങുന്ന പ്ലാനുകളുണ്ട്. ഈ ഓൺലൈനിൽ വിശ്വസിക്കാൻ പറ്റുന്ന കാലമാണോ ഇത്? നിനക്ക് അത്രയ്ക്ക് എടുത്തേ പറ്റുന്നുണ്ടെങ്കിൽ സുധാകരൻ്റെ അടുത്ത് പറഞ്ഞാൽ പോരെ? നമ്മളിപ്പോൾ സുധാകരൻ അവൻ്റെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി പറയുന്ന ഇൻഷുറൻസ് അല്ലേ എടുക്കാൻ പറ്റുള്ളൂ. ഇതാകുമ്പോൾ നോക്കിയേ, ഈ പ്ലാറ്റ്ഫോം വഴി എടുത്തു കഴിഞ്ഞാൽ ഇന്ത്യയിലെ ലീഡിങ് കമ്പനികൾ തമ്മിൽ കമ്പയർ ചെയ്ത് ബെസ്റ്റ് ഹെൽത്ത് ഇൻഷുറൻസ് ചൂസ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. ഇനി ഓൺലൈൻ വഴി എടുക്കുന്നുണ്ട് 25% വരെ ഡിസ്കൗണ്ടും കിട്ടും. ഏജൻറ്റിനെ കമ്മീഷനും കൊടുക്കണ്ട. ഇനി അമ്മയ്ക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അവരുടെ തന്നെ ഡെഡിക്കേറ്റഡ് റിലേഷൻഷിപ്പ് മാനേജർ നമ്മളെ ഹെൽപ്പ് ചെയ്യും. ക്ലെയിം റിലേറ്റഡ് അസിസ്റ്റൻസ് 30 മിനിറ്റുള്ളിൽ കിട്ടുകയും ചെയ്യും. ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. എന്നാൽ പിന്നെ നീ എടുത്തോ. പിന്നെ നിൻ്റെ കൊച്ചിനൊരു അസുഖം വന്നപ്പോൾ നീ പൈസ കിടന്ന് ഓടിയത് കണ്ടല്ലോ. ഇതുകൊണ്ടാണ് ഞാൻ പറയണത്, എൻ്റെ മോനെ പോലെ ഒരു സ്ഥിരം വരുമാനമുള്ള ഒരു ജോലി നോക്കാൻ. ഇല്ലെങ്കിൽ ആഴ്ചകാലം മുഴുവൻ നീ ഇങ്ങനെ തന്നെ കിടന്ന് ഓടേണ്ടി വരും. ആൻറ്റി പണ്ടൊക്കെ ഡെയിലി വീഡിയോ കോൾ ചെയ്തുകൊണ്ടിരുന്നതാ. ഇപ്പോഴാണെങ്കിൽ ഇങ്ങനെ വിളിക്കുന്ന പോലും ഇല്ല. ഞാൻ അങ്ങോട്ട് വിളിച്ചാൽ തന്നെ ഒരു താല്പര്യമില്ലാത്ത രീതിയിൽ ചേട്ടൻ പെട്ടെന്ന് അങ്ങ് ഫോൺ വെക്കും. ഇത് തുടങ്ങിയിട്ട് എത്ര ദിവസമായിടി? നീ അവൻ്റെ അടുത്ത് നേരെ ചെവ കാര്യങ്ങൾ ചോദിച്ചാ? ഇതുകൊണ്ടാണ് ഞാൻ പറയണത് വിദേശത്ത് ഭർത്താക്കന്മാരെ അയക്കരുതെന്ന്. ആൻറ്റിക്ക് ഇതൊക്കെ പറയാം. കഴിഞ്ഞ 4 മാസമായിട്ട് ഇത് അനുഭവിക്കുന്ന ഞാനല്ലേ. 4 മാസമോ? ഇടി നീ അവിടെ ആരെടുത്തെങ്കിലും അന്വേഷിച്ചാ? അതിന് ജർമ്മനിയിലൊന്നും എനിക്ക് ആരെയും അറിയില്ല ആൻറ്റി. നീ പറയണേ കേട്ടാ പണ്ട് വിനയ പറഞ്ഞ പോലെയല്ലേ ഇരിക്കണം. അന്ന് അന്വേഷിച്ചപ്പോഴല്ലേ അറിഞ്ഞത് അവന് വേറെ ഭാര്യയും പിള്ളേർ അവിടെ ഉണ്ടെന്ന്. എൻ്റെ പൊന്നാൻറ്റീനെ ഓരോന്ന് പറഞ്ഞ് ടെൻഷൻ അടിപ്പിക്കില്ലേ. ഇടി നിനക്ക് അങ്ങനെ ഒന്നും വരാതിരിക്കാൻ ഞാൻ പ്രാർത്ഥിക്കാം. ഏതായാലും ജർമ്മനിയിൽ എൻ്റെ ഫാമിലി ഫ്രണ്ടുണ്ട്, അവരുടെ അടുത്ത് പറഞ്ഞ് അന്വേഷിക്കാം. എടി വീട്ടിൽ ഗസ്റ്റ് ഉണ്ടേ, ഞാൻ ഇപ്പോൾ വിളിക്കാം. ആ അഭിലാഷേ, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖം മാഡം. അനിയത്തിയുടെ എൻഗേജ്മെൻറ്റ് അടുത്ത മാസം. വേണ്ടപ്പെട്ടവരെ മാത്രമേ വിളിക്കുന്നുള്ളൂ. മാഡത്തിൻ്റെ അടുത്ത് പറയാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. ശരി, വാ അകത്ത് കയറും. പെണ്ണിനെ കൂടെ വലിയ ശല്യം ചെയ്ത് ഞായറാഴ്ച സ്കൂൾ വയ്ക്കാൻ പറയണം. അനുഭവിച്ചോ, എപ്പോഴും മോളെയല്ലേ സപ്പോർട്ട്. മോനെ, ഇത് അഭിലാഷ്, ഞങ്ങളുടെ പഴയ സ്റ്റാഫായിരുന്നു. ഇപ്പൊ പലിശക്കൊക്കെ കൊടുത്ത് വലിയ സെറ്റപ്പിലായി അല്ലേടാ? ഓ അങ്ങനെയൊന്നുമില്ലെന്നേ. ചേട്ടേരി ചേട്ടാ ചായ എടുക്കട്ടെ, അത് തണുത്ത് തന്നെ. അയ്യോ വേണ്ടോളെ, ഞാൻ ഇപ്പോൾ കുടിച്ചിട്ട് ഇറങ്ങിയുള്ളൂ. മോക്കിന്ന് സ്കൂളിൽ പോകണ്ടായിരിക്കും അല്ലേ? ഞാൻ അനിയത്തിയുടെ എൻഗേജ്മെൻറ്റ് വിളിക്കാൻ വന്നതാ. ശ്രീധർശൻ ഈ ഫോട്ടോഗ്രാഫിയുടെ പരിപാടിയല്ലേ? ആ അതെ. എൻ്റെ അനിയത്തി ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുന്നുണ്ട്. അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് നിങ്ങളുടെ ഈ പരിപാടിയൊക്കെ. അപ്പം ഞാൻ ആലോചിച്ചെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ വർക്ക് ശ്രീദർശനെ കൊണ്ട് ചെയ്യിച്ചാലോന്നാ. ആ അതിനെന്താ ചേട്ടാ, നമുക്ക് സെറ്റാക്കാം. ആ പിന്നെ ഇപ്പോഴത്തെ ഒരു സെറ്റപ്പ് ഉണ്ടല്ലോ, പ്രീ വെഡിങ്ങോ പോസ്റ്റ് വെഡിങ്ങോ, നിങ്ങൾ എന്തുമായാലും സംഭവം അടിപൊളിയാക്കണം. കാശൊരു വിഷയമാക്കണ്ട. ആ എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യാം, അനിയത്തി ഇവിടെ ഉള്ള ഒരു ദിവസം നമുക്ക് ഞാൻ വീട്ടിലോട്ട് വരാം. അപ്പോൾ പാക്കേജും കാര്യങ്ങൾ അവിടെ വെച്ചിട്ട് നമുക്ക് സംസാരിക്കാം. ആ എന്നാൽ പിന്നെ അങ്ങനെ ആവട്ടെ. അപ്പോൾ ആരും മറന്നു പോലെ അടുത്ത മാസം 17-ാം തീയതി ആണേ. എല്ലാവരും അങ്ങ് എത്തിയേക്കണം. മോളെ അന്ന് സ്കൂളിൽ പോകണ്ട കേട്ടോ. മേഡം എന്നാൽ പിന്നെ ഞാൻ അങ്ങോട്ട് ഇറങ്ങട്ടെ. ഓ കാണാം കേട്ടോ, കാണാം. ശരി. മോനെ, അവൻ ഇനി വിളിക്കുമ്പോഴേ ഈ വർക്ക് എടുക്കണില്ല എന്ന് പറഞ്ഞാൽ മതി. എന്താ പറ്റി? എൻ്റെ ഓഫീസിൽ അവൻ 5000 രൂപ ശമ്പളത്തിന് നിന്നത് ഇപ്പം ഇച്ചിരി പൈസ വന്നെന്ന് പറഞ്ഞിട്ട് എൻ്റെ മരുമകനെ കൊണ്ട് തന്നെ അവന് ഫോട്ടോ എടുപ്പിക്കണോ? ഈ ഫംഗ്ഷന് എൻ്റെ സ്റ്റാഫുകളൊക്കെ വരും. അതിൻ്റെ ഇടയ്ക്ക് നീ ഇരുന്ന് അവിടെ ഫോട്ടോ എടുത്തിരിക്കണതേ എനിക്ക് നാണക്കേടാ. അമ്മ ഇതെൻ്റെ ജോലിയാണ്, എനിക്ക് അതിലൊരു കുറവുമില്ല. പിന്നെ 1.5 ലക്ഷം രൂപ വരെ വർക്ക് ചുമ്മാ കളയല്ലേ. ഇവിടെ 1008 ചിലവുകളൊക്കെ ഉണ്ട്. ഞാൻ എന്തായാലും അതെടുക്കും. ഹലോ, ഞാൻ എത്ര നേരം കൊണ്ട് സ്റ്റുഡിയോയുടെ ഫ്രണ്ടിൽ വെയിറ്റ് ചെയ്യാമെന്നറിയാമോ? നമുക്ക് ആ ഫോട്ടോഷൂട്ടിൻ്റെ തീം പ്ലാൻ ചെയ്യാമെന്ന് പറഞ്ഞതല്ലേ, നീ എവിടെ പോയി കിടക്കുക? മോളെ, അവൻ പെണ്ണുങ്ങളുടെ ഫോട്ടോ എടുക്കണമെന്ന് നിർത്തി. നീയേ വേറെ ആളെ നോക്കിക്കോ. അരവിന്ദ് ജോലി ചെയ്യുന്ന സ്ഥലത്ത് ആ പയ്യൻ പോയി അന്വേഷിച്ചു.
അവൻ ജോലിക്ക് പോയിട്ട് തന്നെ 1 മാസത്തിൻ്റെ മുകളിലായി. നീ തന്ന അഡ്രസ്സ് അന്വേഷിച്ചപ്പോൾ അവിടെയും അവയില്ല. ഇത്രയൊക്കെ നടന്നിട്ട് നീ ഒന്നും അറിഞ്ഞില്ലേ? ആൻറ്റി, ചേട്ടൻ എന്നെ വിളിക്കാറ് പോലുമില്ല. ഞാൻ എങ്ങനെ ഇതൊക്കെ അറിയുന്നത്? എടി, നീ ഇങ്ങനെ കിടന്ന് കരഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. നീ അവനെ വിളിച്ച് കാര്യം എന്താണെന്ന് ചോദിക്കുക. എന്താണ് സംഭവം നമുക്ക് അറിയണ്ടേ? ഞാൻ വിളിക്കാഞ്ഞിട്ടൊന്നല്ല, കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഫോൺ പോലും കണക്റ്റ് ആവുന്നില്ല. മോളെ, സംഗതി എന്തോ കുഴപ്പമുണ്ടെന്നാണ് തോന്നുന്നത്. ഇനിയും വച്ചിട്ടിരിക്കാതെ നിന്റെ വീട്ടുകാരടുത്ത് കാര്യം പറ. ഞാൻ ആ പയ്യൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, എന്തെങ്കിലും ഡീറ്റെയിൽ കിട്ടിയാൽ ഉടനെ വിളിക്കാൻ. മോള് ധൈര്യമായിട്ടിരിക്കുക. എന്റെ പൊന്നു ദേശം ഒന്ന് മിണ്ടായി താഴെ ഇറങ്ങണോട്ട്. എന്റെ അച്ഛൻ ഇന്ന് നേരത്തെ ആണല്ലോ. എടി നിന്റെ അച്ഛൻ്റെ ബാബു ഒരു 5 മിനിറ്റ് വെളിയിൽ നിൽക്കോ? എടി നിന്റെ അമ്മ വന്നപ്പോൾ തൊട്ട് ലോൺ എടുത്ത് വീട് വെക്കാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നിന്റെ അമ്മയോടാണ് ഞാൻ ഒരു അക്ഷരം തിരിച്ചു പറയാത്തത്. ഞാൻ ഇപ്പൊ എന്തോ ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് അമ്മ അടുത്ത് ഇങ്ങനെ അഡ്വൈസ് ചെയ്തെന്ന്. പറഞ്ഞാ കേൾക്കണ്ടേ? കേൾക്കാതിരിക്കാൻ കൊച്ചു കുട്ടിയൊന്നും അല്ലല്ലോ. ഞാൻ ഇപ്പോൾ ക്യാമറ ഒക്കെ വിട്ടിട്ട് പഴയ ബാങ്ക് ജോലിക്ക് പോയി നിന്റെ അമ്മയ്ക്ക് അത്ര സന്തോഷമാവും. എടി, ഞാൻ നിന്നെ കൊച്ചിന് ഇവിടെ പട്ടിണി കിട്ടേക്കാണ്. മാന്യമായിട്ടല്ലേ നോക്കണേ? എന്തു പറഞ്ഞാലും നിന്റെ ഒരു ചോട്ടൻ അത് വാങ്ങി ഇത് വാങ്ങി അങ്ങനെ കണ്ടുപിടി. നിന്റെ ചോട്ടൻ്റെ അത്രയും കാശ് എൻ്റെ കയ്യിൽ ഇല്ല, സമ്മതിച്ച്. ശ്രീ, അമ്മ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചായിരിക്കൂല പറഞ്ഞത്. ഈ കല്യാണ സീസണൊക്കെ കഴിഞ്ഞാൽ വർക്ക് കുറവായിരിക്കൂലേ? ഈ സ്ഥിര വരുമാനമാണെങ്കിൽ ആ പ്രശ്നമില്ലല്ലോ. നീയും കൂടെ നിന്റെ അമ്മയുടെ സ്വഭാവം എൻ്റെ അടുത്ത് കാണിക്കില്ലേ? ഈ ഉപദേശ സ്വഭാവത്തിന് ചേട്ടനെ അടുപ്പിക്കണല്ലോ അമ്മേ. മര്യാദയ്ക്ക് അങ്ങോട്ട് പോയി നിൽക്കാൻ പറ. ഇവിടെ നിന്നാലേ ഇനി ഞാനും നീയും തമ്മിലായിരിക്കും പ്രശ്നം ഉണ്ടാകുമ്പോൾ. ഈ വീട്ടിൽ നിന്ന് എൻ്റെ തലയ്ക്ക് ചൂട് പിടിച്ച് പ്രാന്താവുള്ളൂ. എൻ്റെ തോർത്തെടുത്ത് കാടി. എന്താ കാരണം? അരവിന്ദേട്ടാ ഇപ്പൊ നാട്ടിലെത്തി. നിന്റെ അമ്മ എവിടെ? എന്താ ചേട്ടാ? വിളിക്കേ. അരവിന്ദ, നീ എപ്പോ എത്തി? ഞാൻ നിന്നെ വിളിക്കാതിരിക്കുകയായിരുന്നു. നീ എന്താടാ പാർവതി വിളിക്കാത്ത? അറിഞ്ഞിട്ടെന്ത്? അടുത്ത കഥ അടിച്ചിറക്കാനാ? നീ എന്താടാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ഞാൻ അവൾക്ക് സംസാരിക്കാതിരിക്കും. ഇതൊക്കെ ഞങ്ങളുടെ പേഴ്സണൽ കാര്യങ്ങളാ. ഇതൊക്കെ ആൻറ്റി എന്തിനാണ് ഇടപെടുന്നത്? പോരാത്തിന് എൻ്റെ അവീതം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ആളെ പറഞ്ഞു വിട്ടേക്കുവാ. അയ്യോ, ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചിട്ടല്ല. നീ ഓക്കെ ആണോ എന്ന് അറിയാൻ വേണ്ടി അന്വേഷിക്കാൻ പറഞ്ഞു. ആൻറ്റി എന്ത് ഉദ്ദേശിച്ചാലും ശരി, തൊലഞ്ഞത് എൻ്റെ ജീവിതമാണ്. ഇവിടെ ആളുകൾക്ക് എന്തെങ്കിലും ഒരു ചെറിയ കാര്യം കിട്ടിയാൽ മതി, അത് വെച്ച് ഒരു കഥ അങ്ങ് ഉണ്ടായിക്കോളൂ. ഇപ്പൊ തന്നെ എന്നെക്കുറിച്ച് എന്തൊക്കെയാണ് പറയുന്നത് ആൻറ്റിക്ക് വല്ല പിടിയുണ്ടോ? അരവിന്ദേട്ട ഇതിപ്പോ ഒന്ന് ഇവിടെ എന്തുകൊണ്ട് പ്രശ്നം? നീ നിന്റെ അമ്മായിയമ്മേരത്ത് പോയിക്ക്. എടാ, ഞാനും പാർവും തമ്മിൽ നേരെ സംസാരിച്ചിട്ട് കുറച്ച് കാലമായി. അതിനവർ എന്തൊക്കെയാണ് പറഞ്ഞുണ്ടാക്കിയെന്ന് നിനക്കറിയോ? എടാ, ഓഫീസിൽ വെച്ച് എനിക്കൊരു വയറുവേന വന്നു. ചെക്ക് ചെയ്തപ്പോഴാ സംഭവം കോളം ക്യാൻസറാ. ഇതൊക്കെ അവൾ അറിഞ്ഞു കഴിഞ്ഞാൽ അവളത് താങ്ങത്തില്ലടാ. എൻ്റെ ഈ ഒരു അവസ്ഥ അവൾ അറിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അവളെ വീഡിയോ കോൾ പോലും ചെയ്യാതിരുന്നത്. ആൻറ്റി ഇവിടെ നിന്ന് വായി തോന്നി ഓരോന്ന് വിളിച്ചു പറയുമ്പോൾ എൻ്റെ അവസ്ഥ എന്താണെന്ന് ആൻറ്റി ചിന്തിച്ചിട്ടുണ്ടോ? അവളാണെങ്കിൽ എല്ലാം കേട്ടിട്ട് വട്ടായിരിക്കുകയാണ്. എൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്തായാലും ഞാൻ ഇങ്ങോട്ട് മാറ്റാൻ പോവുക. ഇനി ഇതാണ് ഞങ്ങൾക്കിടയിലെ പ്രശ്നമെന്ന് ദയവ് ചെയ്ത് ആൻറ്റി ഇനി ആരോടും പറഞ്ഞു കിടക്കരുത്. ഇതിൻ്റെ പേരിൽ ആരുടെയും ഒരു സിമ്പതി എനിക്ക് ആവശ്യമില്ല. അമ്മ ഇങ്ങനെ ഫ്രീ ആയിട്ട് ഓരോരുത്തരെ കയറി അഡ്വൈസ് ചെയ്യുമ്പോൾ അത് മറ്റുള്ളവരുടെ ലൈഫിനെ എങ്ങനെയൊക്കെ വേദനിപ്പിക്കും നമ്മൾ ഒരിക്കലും ചിന്തിക്കാറില്ല. അമ്മ ചിലപ്പോൾ നമ്മുടെ നല്ലതിന് വേണ്ടിയിട്ടായിരിക്കും പറയണത്. പക്ഷേ എല്ലാവർക്കും അവരുടേതായ ആഗ്രഹങ്ങളും തീരുമാനങ്ങളൊക്കെ ഇല്ലേ? ദയവേത് അമ്മ അതുകൂടെ ഒന്ന് മനസ്സിലാക്കണം. അമ്മായിയമ്മമാർക്ക് പലപ്പോഴും മരുമക്കൾക്ക് ഫ്രീ ആയിട്ട് കുറേ ഉപദേശം കൊടുക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട്. നിങ്ങൾ മക്കളുടെ നല്ല ഉദ്ദേശമൊക്കെയായിരിക്കും പറയുന്നത്, പക്ഷേ അവർക്ക് ഈ അഡ്വൈസൊക്കെ കേൾക്കാനുള്ള താല്പര്യമുണ്ടോയെന്ന് കൂടി നിങ്ങൾ മനസ്സിലാക്കണം. ഈ ചിത്രത്തിലെ അമ്മ തന്നെ മരുമകന് പുള്ളി ചോദിക്കാതെ തന്നെ എല്ലാ കാര്യങ്ങൾക്കും അഡ്വൈസ് കൊടുക്കുകയാണ്. ഇങ്ങനെ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് അവർക്കതൊരു ഇറിറ്റേഷനായിട്ട് മാറും. അതിൻ്റെ കൂടെ ഇവരെ മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്യുകയും കുറ്റപ്പെടുത്താനും കൂടി തുടങ്ങിയ കാര്യങ്ങൾ വഷളാവും. ബഹുമാനം കൊണ്ട് അവരൊന്നും തിരിച്ച് പറയുന്നില്ലെന്ന് വെച്ച് ചിലപ്പോൾ അവർ ഈ കലിയൊക്കെ തീർക്കുന്നത് നിങ്ങളുടെ മക്കളോടായിരിക്കും. അതുകൊണ്ട് ദയവ് ചെയ്ത് അവരുടെ ദാമ്പത്യ ജീവിതത്തിൽ നിങ്ങൾ പ്രശ്നം ഉണ്ടാക്കരുത്.
മക്കളായാലും മരുമക്കളായാലും അവർക്ക് അവരുടേതായ ആഗ്രഹങ്ങളും തീരുമാനങ്ങളും ഉണ്ട്. നമ്മൾ പറയുന്നതും ചിന്തിക്കുന്നതും മാത്രമാണ് ശരിയെന്ന് സ്വയം ചിന്തിച്ച് അവരെ ഉപദേശിക്കുന്നതിനേക്കാളും നല്ലത് അവരവരുടെ ലൈഫ് ജീവിക്കാൻ വിടുന്നതാണ്. പിന്നെ ഒരു പ്രധാന കാര്യം, നിങ്ങളുടെ കുടുംബത്തിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ആരോടും പറയാതിരിക്കുക. ഇന്ന് പല കുടുംബങ്ങളും തകരുന്നത് തന്നെ നാട്ടുകാരുടെയും വീട്ടുകാരുടെയും അനാവശ്യ ഇടപെടലുകൾ കാരണമാണ്. അപ്പോൾ പറഞ്ഞു വന്നാൽ ഇത്രയേ ഉള്ളൂ. ഇനി നെക്സ്റ്റ് ടൈം നിങ്ങളുടെ മക്കളെയോ മരുമക്കളെയോ അല്ലെങ്കിൽ മറ്റാരെങ്കിലുമൊക്കെ അഡ്വൈസ് ചെയ്യാൻ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ചിന്തിക്കുക. എല്ലാവർക്കും ഒത്തിരി സന്തോഷം നേർന്നുകൊണ്ട് താങ്ക് യു. വീട്ടുകാരുടെ ഓവറായിട്ടുള്ള ഉപദേശം നിങ്ങളുടെ ജീവിതത്തെ അഫക്റ്റ് ചെയ്യാറുണ്ടോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ഇനിയെങ്കിലും മറ്റുള്ളവരുടെ ജീവിതത്തിൽ അവരെ വീർപ്പ് മുട്ടിക്കുന്ന രീതിയിലുള്ള അഡ്വൈസ് ആരും കൊടുക്കാതിരിക്കുക. തീർച്ചയായിട്ടും ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക. പിന്നൊരു കാര്യം, ഇപ്പം മെഡിക്കൽ എക്സ്പെൻസസ് ഒക്കെ ഓരോ ദിവസവും കൂടി വരികയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ കുടുംബത്തിലെ എല്ലാവർക്കും ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുത്ത് നമ്മുടെ സമ്പാദ്യം ഭദ്രമാക്കേണ്ടത് അത്യാവശ്യമാണ്. ഇനി നിങ്ങൾക്കും ഇന്ത്യയിലെ ലീഡിംഗ് കമ്പനികൾ തമ്മിൽ കമ്പയർ ചെയ്ത് ഒരു ബെസ്റ്റ് ഹെൽത്ത് ഇൻഷുറൻസ് 25% വരെ ഡിസ്കൗണ്ടോടുകൂടി എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ വീഡിയോസ് സ്ഥിരമായിട്ട് കാണുന്ന നിങ്ങൾ നമ്മുടെ ചാനലും കൂടി സബ്സ്ക്രൈബ് ചെയ്താൽ നമുക്കതൊരു മോട്ടിവേഷനും ആവും, നിങ്ങൾക്കൊരു വീഡിയോ മിസ്സാവത്തുമില്ല. അപ്പോൾ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ SK ടോക്സിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, SK ടോക്സിൻ്റെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക. നിങ്ങളും ഒരു ചേഞ്ച് മേക്കർ ആകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ SK ടോക്സിൻ്റെ ഒഫീഷ്യൽ വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കുക. താങ്ക് യു. ഉയർന്ന നിലവാരമുള്ള നിലക്കടല എണ്ണ, മന്ത്ര ഗ്രൗണ്ട്നട്ട് ഓയിൽ, ഇതേ നൽകുന്ന